നമസ്കാരം. ഫെബ്രുവരി മാസഫലത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഈ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. വ്യക്തിപരമായിട്ടോ തൊഴിൽപരമായിട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാഭങ്ങൾ, ധനലാഭങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങുവാനും, അല്ലെങ്കിൽ മറ്റൊരു ജോലി, ഇപ്പോൾ നിൽക്കുന്ന പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ മറ്റ് മേഖലയിലോട്ട് ജോലി തേടി പോവുകയും, ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വരികയും എല്ലാം ഉണ്ടാകുന്ന നല്ലൊരു മാസം തന്നെയായിരിക്കും. കൂടാതെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ചെറിയ യാത്രകൾ പോകേണ്ടി വരുന്നു. ഈ യാത്രയിലൂടെ നമുക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. ഓഫീസിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഒരു അംഗീകാരങ്ങൾ ലഭിക്കുന്നു. നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു മാസം തന്നെയാണ്. കൂടാതെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ബിസിനസ്സിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കും. അതായത് പുതിയ ജോലിക്കാരെ ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് ബിസിനസ്സിൻ്റെ വളർച്ച കൂടുതലായതുകൊണ്ട് പുതിയ സ്റ്റാഫുകളെല്ലാം നിയമിക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ്. മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു ബഹുമാനമുണ്ട്. അതായത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് അംഗീകാരം ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അവരെ കൂടുതൽ സഹായിക്കുവാൻ സാധിക്കുക, അവർക്ക് നിങ്ങളോടൊരു സ്നേഹം കൂടുതലായി ഉണ്ടാകുക, ഇങ്ങനെയെല്ലാം ഉണ്ടാകും. നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. കുടുംബത്തിനുള്ളിൽ തന്നെ നമുക്കൊരു എല്ലാവരും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വിലയില്ല എന്ന് കരുതി ദുഃഖിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തി കാരണം എല്ലാവരും നല്ല വാക്കുകൾ പറയുന്നു, അംഗീകരിക്കുന്നു. മറ്റുള്ളവർ കുടുംബത്തിൽ പറയുന്നത് പോലെ ആ വ്യക്തിയെ കണ്ട് പഠിക്കണം, അദ്ദേഹം എത്ര നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം വരെ നമുക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ജീവിത പങ്കാളിയുമായിട്ട് ദൂരെ യാത്രയ്ക്കുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വരികയും മനോഹരമായ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാനും സാധിക്കുന്നുണ്ടും. ആരോഗ്യപരമായിട്ട് ഒരു ശ്രദ്ധ വേണം. ഇത്രയും സന്തോഷങ്ങളും സുഖങ്ങളും ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിലും ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള ഒരു അഭിപ്രായ ഭിന്നത മറ്റുള്ളവർ തമ്മിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ, അത് ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇടപെട്ട് അവരുടെ ആ ഒരു ശത്രുത മാറ്റാനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവാനോ സാധിക്കും. അതൊരു നേതൃത്വം നമുക്ക് നയിക്കുവാനും അവിടെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു മാസം തന്നെ. അതായത് നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ, അത് ജോലി സ്ഥലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ സ്റ്റാഫുകൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, ഇതെല്ലാം നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നമ്മൾ ഒരാളിൽ നിന്നും ഒരു കാര്യം പ്രതീക്ഷിച്ചാൽ അത് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യവും പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നമുക്ക് നല്ലൊരു നേട്ടം കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. വിദേശ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കൊരുപാട് നല്ല അവസരങ്ങൾ ഈ ഒരു മാസം വരെ, അതായത് ജോലി സംബന്ധമായിട്ട് തന്നെ നല്ല മാറ്റങ്ങളും അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി കൃത്യമായ രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യുക. നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. കാരണം വിദേശ ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ കൂടുതൽ വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ
വിദ്യാർത്ഥികൾ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്ക് ആ ജോലിയിൽ തന്നെ മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഒരു ജോലി ലഭിക്കുന്നു. അവിടെ നിന്ന് നാട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ലീവ് കിട്ടുക, നാട്ടിൽ വരുവാൻ എല്ലാം സാധിക്കുന്ന നല്ലൊരു മാസം തന്നെയാണ്. വിദേശ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഈ ഒരു മാസത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം, ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ദുഃഖം വന്നു കഴിഞ്ഞാൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക. നരസിംഹസ്വാമി ക്ഷേത്രം വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും. ഏറ്റവും ഉത്തമം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകുക, അവിടെ ദർശനം നടത്തുകയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോവുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ, പുഷ്പാർച്ചനകൾ, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കൊണ്ട് ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. തടസ്സങ്ങൾ മാറി സന്തോഷകരമായൊരു ജീവിതം ഈ ഒരു മാസ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.